ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ കാർത്തിക് സുബ്ബരാജിന്റെ റെട്രോ മൂവി ഫസ്റ്റ് ഷോ ബാംഗ്ലൂരിൽ വെച്ചിട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പം പലരും കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂര്യയുടെ ഒരു ഗ്രേറ്റ് കംബാക്ക് ആയിട്ടാണ് ഈ സിനിമ പലരും ആൻറ്റിസിപ്പേഷനിലോട് കൂടി വാച്ച് ചെയ്തത്. ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും, ജോജു, അങ്ങനെ ഞാൻ സസ്പെൻസ് ക്രാക്ക് ചെയ്യുന്നില്ല, ഒരുപാട് മലയാളി ആർട്ടിസ്റ്റ് ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ സിനോപ്സിസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു കഥയാണ്. കഥ കൊണ്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള സാധനമൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ സൂര്യ എന്നുള്ളൊരു ആക്ടറിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് ലെവലിൽ പല മൂമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മിറർ സീനൊക്കെ ഉണ്ട്. അതിലുള്ള എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ ആസ് എ ഹോൾ പാക്കേജ് നമ്മുടെ കാർത്തിക് സുബ്ബരാജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈപ്പ്, നമുക്ക് കിട്ടുന്ന ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഇല്ലേ, അങ്ങനെയുള്ള ഒരു തരത്തിൽ ആസ് എ ഒരു മലയാളി ഓഡിയൻസ് എനിക്ക് അത്രത്തോളം കിട്ടിയിട്ടില്ല. കിട്ടിയ ചെറിയ മൂമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമ ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് തമിഴ് ആൾക്കാരും ഒക്കെയാണ്, എനിക്ക് തോന്നുന്നൊരു 80% ആൾക്കാരും തമിഴ് ഓഡിയൻസ് ആയിരിക്കും. പക്ഷെ അവർക്ക് പല മൂമെൻറ്റ്സിലും ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അതുപോലെ തന്നെ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ കാർഡും സൂര്യൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും അതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു പ്രതീക്ഷ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നിടത്തോളം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ തൊട്ട് അതുവരെയൊക്കെ നല്ല രീതിയിൽ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിന് ശേഷം എന്നെ ആസ് എ പ്രേക്ഷകൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടിരിക്കാം. പിന്നെ കുറേ സ്ഥലത്തെല്ലാം മടുപ്പിക്കലായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിന് ശേഷം പുള്ളി ഒരു സ്ഥലത്തോട്ടേക്ക് പോകാനല്ല, സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അത് എന്താണ് സംഭവം എന്ന്. അതിനുശേഷം ഉണ്ടാവുന്ന സാധനങ്ങൾ ഈ ട്രെയിലറിൽ കണ്ട പോലെയുള്ള സ്ക്വിഡ് ഗെയിം ഫൈറ്റ് പോലെയുള്ള 2 കളറിലിട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ട്രെയിലറിൽ തന്നെ വലിയ ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം അങ്ങനത്തെ ഫൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇമോഷണലി നമുക്ക് ഈ പ്രേക്ഷകരെല്ലാമായിട്ട് അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റാണ്ട് വെറുതെ ഇങ്ങനെ ഫൈറ്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജയിലർ പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ കാർത്തിക് സുബ്ബരാജിൻ്റെ മുമ്പേ ഉള്ള സിനിമകളെല്ലാം പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് പോലെയുള്ളൊരു, നമുക്ക് ആ ഒരു നമ്മളെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ ആ കഥാപാത്രത്തോട് കൂടി നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റൺ ടൈം ആണെങ്കിൽ 2 മണിക്കൂർ 40 മിനിറ്റോ മറ്റുണ്ട്. അത് പരസ്യവും കാര്യങ്ങളെല്ലാം ആയിട്ട് 3 മണിക്കൂറായിരിക്കും. ഇത്രയും നേരം ഒരു സംഭവം കാണാൻ വേണ്ടി പോയി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അങ്ങനെയുള്ള ഫീലിംഗ് ആണ് എനിക്ക് ഈ സിനിമ തന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ജയറാമിൻ്റെ സംഭവം ക്യാരക്ടർ ആൾക്കാർ പറയേണ്ടായിരുന്നു കോമാളിയാണോ, കോമഡി കഥാപാത്രം, അങ്ങനെ ഇങ്ങനെ പല ഇൻഡസ്ട്രിയിലും പോയിട്ട് ഇങ്ങനത്തെ ഓരോ ജോക്ക് കഥാപാത്രം പോയിട്ട് അവതരിപ്പിച്ച് നാണം കണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റൻ്റ്ലി കുറച്ച് നേരം ഒരു പ്ലസൻറ്റ് സ്മൈല് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് പിന്നെ വലിയ കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാനില്ല. സൂര്യയുടെ കംബാക്കാണ് ഇതൊരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കതിനെ കൊണ്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ആ സിനിമ നിങ്ങൾ തന്നെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുന്നതാണ് നല്ലത്. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് അനുഭൂതിയാണ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ പൂജ ഹെഗ്ഡെയും സൂര്യയും തമ്മിലുള്ള ആ ഒരു പാട്ടല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് കെമിസ്ട്രി വർക്കായിട്ടായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു കെമിസ്ട്രി ആയിട്ടും തോന്നിയിട്ടില്ല. പിന്നെ പൂജ ഹെഗ്ഡെ മുമ്പേ അഭിനയിച്ച സിനിമയിലും അങ്ങനെ തന്നെ ഏതൊരു കോ ആർട്ടിസ്റ്റായിട്ടും അങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നതൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലും എനിക്ക് അങ്ങനെ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടതിൻ്റെ ഒരു ആദ്യ അനുഭവം. ഫസ്റ്റ് റെസ്പോൺസാണ് പറയുന്നത്. ഇതിൽ കട്ടും ഫിൽട്രേഷനും ഒന്നും വെച്ചിട്ടില്ല. എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ സൂര്യയുടെ ഹാർഡ് കോർ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇതിലുണ്ട്. ഫൈറ്റ്സും അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും പിന്നെ ആ ഒരു സെറ്റപ്പും സംഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ജോജുവിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെയുള്ള പ്രകടനം വരെ ഓക്കെ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു കോമഡിയായി മാറി. പിന്നെ അവസാനം എല്ലാം കോമഡിയായി മാറും. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് കമൻറ്റ് ഓൺ ബിലോ. അത് കമൻസ് ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കുന്നില്ലെങ്കിലും കമൻസ് ആയിട്ടിടും. അത് രണ്ടും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പോകുന്നതിന് മുമ്പേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. Until then, take care and bye bye.